ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പോസ്റ്റ് വിഷു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏച്ചിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള എൻ്റെ ഏച്ചിൻ്റെ വീടാണ്. എൻ്റെ ഏച്ചിൻ്റെ ഹസ്ബൻഡ് മധുവേട്ടനാണ്. എൻ്റെ അച്ഛൻ അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ രണ്ടാമത്തെ ബ്രദറിനുള്ള രാജേട്ടൻ. എൻ്റെ ഏച്ചിമാരാണ് ഇതെല്ലാം. എൻ്റെ മൂത്ത സിസ്റ്റർ വീട്ടിലാണ് വന്ന്. അമ്മ ഇരിക്കുന്നുണ്ട് അവിടെ. എൻ്റെ മക്കളുണ്ട്, ഏച്ചിൻ്റെ മോളുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര കുക്കിംഗ് തിരക്കില്ലാന്ന്. ഞാനെത്തുമ്പോഴേക്കും എല്ലാവരും കുക്കിങ്ങെല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. പിന്നെ ഏച്ചി പായസം വിളക്കുന്ന തിരക്കില്ലാന്ന്. ഇതെൻ്റെ മോളാണ്. പനീർ കറിയാക്കുന്ന എന്തോ തിരക്കില്ല അവളും ഉള്ളത്. എല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വർത്തമാനം പറഞ്ഞ് എല്ലാവരും ഒന്നിച്ച് ഒത്തുകൂടിയതിൻ്റെ സന്തോഷത്തിലാണ്. ലഞ്ചിന് പ്രോൺസ് ബിരിയാണി ഉണ്ട്, നൂൽ പൊറോട്ട ആക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ സ്റ്റൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ട്, പിന്നെ ചിക്കൻ റോസ്റ്റ് ആക്കിയിട്ടുണ്ട് ചേച്ചി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവോലി ഫ്രൈ ഉണ്ട്. പിന്നെ എൻ്റെ ബ്രദറിലോ വെജിറ്റേറിയനാണ്. അപ്പോൾ അതുകൊണ്ട് എഗ്ഗ് കഴിക്കുന്ന വെജിറ്റേറിയൻ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ബ്രദറിലോന് എഗ് ബിരിയാണിയും പിന്നെ പനീർ കറി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡും. ഇത്രയും വിഭവങ്ങൾ എൻ്റെ ചേച്ചി ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇതെല്ലാം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോഴേക്ക്. അപ്പം എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നത് തിരക്കില്ലാന്ന്. വീട്ടിലുള്ള ആണുങ്ങളും പെൺകുട്ടികളെല്ലാം. നമ്മൾ പിന്നെ പെണ്ണുങ്ങളെപ്പോഴും ലേറ്റാണല്ലോ കഴിക്കാൻ. നമുക്ക് ഒരുപാട് കഥ പറയാനുണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ ഇവരെല്ലാം ഇരുത്തിച്ച് ഫുഡെല്ലാം കഴിച്ച് അവർ നല്ല സന്തോഷത്തിലിരുന്ന് കഴിക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം ഒരുപാട് സമയം എടുക്കും. നമ്മളെല്ലാം ഒത്തുചേർന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് കഥ പറയാനുണ്ടാവും നമുക്ക്. കഥയെല്ലാം പറഞ്ഞ് നല്ല സന്തോഷത്തിൽ ഫുഡ് കഴിക്കുന്നതാണേ. പിന്നെ എല്ലാവരും ഇപ്പം റെസ്റ്റ് എടുക്കുന്ന, ഫുഡെല്ലാം കഴിച്ച ക്ഷീണത്തിലാണ് എല്ലാവരും ഉള്ളത്. പായസമെല്ലാം കുടിച്ചിരിക്കുന്നതാണ്. ഭയങ്കര ടയേർഡായി ഫുഡ് കഴിച്ചിട്ട്. ഈവനിങ് പിന്നെ ടീ ടൈമായി. ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു. പഴംപൊരിയും ഉന്നക്കായും പിന്നെ അരിക്കടുക്ക. പിന്നെ ഏച്ചി സ്വിഗ്ഗിയിൽ കൊടുത്തയച്ച കേക്ക് അച്ഛൻ മുറിക്കുന്നത്. അച്ഛനെ കൊണ്ടാണ് കേക്ക് മുറിപ്പിച്ചത്. അപ്പോൾ അച്ഛൻ കേക്കെല്ലാം മുറിച്ച് സന്തോഷത്തിൽ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് തന്ന്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ചില സമയങ്ങളായത്. ഇപ്പം മെമ്മറബിളായിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് സമയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എടുത്തൊരു ബ്ലോഗ് തന്നെയായത്. ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആണല്ലോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എല്ലാവരും വർത്തമാനം പറഞ്ഞ് പിരിയുന്നൊരു സമയം.